നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞല്ലോ. ആവേശം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫൈനലിൽ ആര് ഏറ്റുമുട്ടും, ആര് തമ്മിൽ ഏറ്റുമുട്ടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? സുഹൃത്തുക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. എന്നാൽ ഇതേ ചോദ്യം ചോദിക്കുന്നു റാഫീഞ്ഞയോട്. ഫൈനലിൽ ബ്രസീൽ വരികയാണെങ്കിൽ എതിരാളി ആരാകണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി സ്പെയിൻ ആവണം. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ലാമിനെ യമാലൊക്കെ മറുഭാഗത്തുണ്ട്. അപ്പോൾ സുഹൃത്തിനൊപ്പം ഒരു ഫൈനൽ കളിക്കണം എതിർ ടീമിലാണെങ്കിലും എന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ നമുക്കതിന് തെറ്റൊന്നും പറയാൻ പറ്റൂല. മുമ്പ് നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നില്ലേ, അർജൻറ്റീനയുമായിട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സംഭവമാണ്. ലാമിനെ യമാലും പെഡ്രിയും ഒക്കെ മറുഭാഗത്തുണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് വീണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, സോ ബ്രസീൽ വേഴ്സസ് സ്പെയിൻ വേൾഡ് കപ്പ് ഫൈനലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ റാഫീഞ്ഞയുടെ മറുപടി യെസ്, ലോക്ക്ഡ് ഇൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മറുപടിക്കുള്ള ചോദ്യമായിട്ട് വീണ്ടും ലോക്ക്ഡ് ഇൻ. അപ്പോൾ അത് സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണോ പറയുന്നത് റാഫീഞ്ഞ? യെസ്, വെരി മച്ച്. ഞാൻ തീർച്ചയായിട്ടും ബ്രസീൽ വേഴ്സസ് സ്പെയിൻ ഫൈനൽ മത്സരം കളിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷവാനായിരിക്കും. ഇപ്പോൾ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നു, റിയലി ലാമിൻ യമാൽ മറുഭാഗത്തുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് കളിക്കണം എന്നാണോ? റാഫീഞ്ഞയുടെ മറുപടി നോ പ്രോബ്ലം, ഞങ്ങൾക്കും ഒരുപാട് ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ടീമിലും ബ്രസീൽ ടീമിലും ഒരുപാട് ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. ഇറ്റ് വുഡ് ബി കൂൾ, ഇറ്റ് വുഡ് ബി എ റിയലി ഇൻട്രസ്റ്റിംഗ് മാച്ച് എന്നാണ് റാഫീഞ്ഞ പറയുന്നത്. തീർച്ചയായിട്ടും ബ്രസീലും സ്പെയിനും കൂടിയിട്ട് ഫൈനൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോരാട്ടമായിട്ട് അത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ബ്രസീൽ വേഴ്സസ് സ്പെയിൻ മത്സരം ഈ വേൾഡ് കപ്പിന് ശേഷം, അതായത് 2022 വേൾഡ് കപ്പിന് ശേഷം നടന്നിട്ടുണ്ട്. ഫ്രണ്ട്ലി മത്സരം, അന്ന് മികച്ച പ്രകടനം ബ്രസീൽ നടത്തിയിട്ടുമുണ്ട്. അതുകൂടിയായിരിക്കണം അദ്ദേഹം അവിടെ എടുത്തു പറയാനുള്ളൊരു കാരണം. എന്തായാലും ബ്രസീൽ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സിയിലാണ്. മൊറോക്കോയും ഹെയ്റ്റിയും സ്കോട്ട്ലൻഡുമാണ് അവരുടെ എതിരാളികളായിട്ടുള്ളത്. അതേസമയം സ്പെയിന് ഈ ഒരു വേൾഡ് കപ്പിൽ വളരെ പ്രതീക്ഷയോടുകൂടി വരുന്ന ടീമാണ് എന്ന കാര്യം ഓർക്കുക. അവർക്ക് ഇത്തവണ എല്ലാവരും കിരീട സാധ്യതയൊക്കെ കൽപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് എച്ചിലാണ് അവരുള്ളത്. കേപ്പ് വെർദെയും സൗദി അറേബ്യയും ഉറുഗ്വേയുമാണ് അവരുടെ എതിരാളികൾ. ഈ രണ്ട് ടീമുകളും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ടേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അങ്ങനെ കടന്നുപോയിട്ട് ഒടുവിൽ ഫൈനലിൽ ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.